പുഷ്പ 2 സിനിമയുടെ റിലീസ് ദിവസം തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ഹൈക്കോടതിയിൽ. കേസ് 4 മണിക്ക് കോടതി പരിഗണിക്കും. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ FIR റദ്ദാക്കണം, ഇതിലെ തൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് പോലീസ് ചൂണ്ടിക്കാട്ടുന്ന ആരോപണങ്ങൾ അത് റദ്ദാക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയെ അല്ലു അർജുൻ സമീപിച്ചിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ കോടതി പരിഗണിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. കോടതി പരിഗണിക്കുന്നതിന് മുമ്പേ അറസ്റ്റിലേക്ക് കടന്നതിലുള്ള വിമർശനവും അല്ലു അർജുനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ആരാധകർ ഒക്കെ ഉയർത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എന്താണ് പുതിയ വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? റീത്തെ അല്ലു അർജുൻ ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ കേസ് തെലങ്കാന ഹൈക്കോടതി 4 മണിക്ക് പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തെലങ്കാന ഹൈക്കോടതിയുടെ വിധി ഈ അല്ലെങ്കിൽ അതിന്റെ ഒരു വീക്ഷണങ്ങൾ ഈ അല്ലു അർജുന് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൂടി ഇരിക്കുന്നതാണ്. കാരണം ഹൈക്കോടതി എന്ത് പറയുന്നു അതനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു വീക്ഷണം അനുസരിച്ചായിരിക്കും ഇപ്പോൾ അല്ലു അർജുനെ നാമ്പള്ളി കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരുപക്ഷെ മജിസ്ട്രേറ്റ് ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4 മണിക്ക് കേസ് പരിഗണിക്കും എന്നുള്ളത് നിർണായകമാണ്. ഇതിനു മുൻപ് തന്നെ ഒരുപക്ഷെ അല്ലു അർജുനെ നാമ്പള്ളി കോടതിയിലേക്ക് എത്തിച്ചേക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജാമ്യം അവിടെ നിന്ന് ലഭിച്ചാൽ ഈ കേസിന് പിന്നീട് വലിയൊരു പ്രസക്തിയൊന്നും ഉണ്ടാകില്ല. പക്ഷേ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ ഹൈക്കോടതിയുടെ ഒരു തീരുമാനം അതും നിർണായകമായി മാറും. എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയ വിമർശനം ഈ വിഷയത്തിൽ കടുക്കുകയാണ്. അല്ലു അർജുനെ പോലൊരു നടനെ ഈ ഒരു കേസിന് പുറത്ത് അറസ്റ്റ് ചെയ്യുമ്പോൾ രാഷ്ട്രീയ വിമർശനം കടുക്കുന്നു. BRS നേരത്തെ തന്നെ അല്ലു അർജുന്റെ അറസ്റ്റിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഈ നടപടിയെ അപലപിച്ച് BJPയും രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഇരു പാർട്ടികളും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം സിനിമാ ലോകത്തുള്ളവരും അല്ലു അർജുനെ പിന്തുണച്ച് രംഗത്തെത്തുകയാണ്. ഇപ്പോൾ ചിരഞ്ജീവി അല്ലു അർജുന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഭാര്യയോടൊപ്പമാണ് വീട്ടിലെത്തിയത്. നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരു നീക്കം ചിരഞ്ജീവി നടത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇതിനെ തടഞ്ഞു. ഇതിന് പിന്നാലെയാണ് അല്ലു അർജുന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരാധകരും ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. എന്തായാലും അതൊരു തെരുവിലേക്ക് ഇറങ്ങിയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഈ സിനിമ റിലീസായി അതിന്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് അല്ലു അർജുന്റെ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. അതും അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെയാണ്. ഒരുപക്ഷെ പോലീസിന് അറസ്റ്റ് വൈകിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ച് അതിന്റെ ഒരു തീരുമാനമൊക്കെ വന്നതിന് ശേഷം മാത്രം അറസ്റ്റിലേക്ക് നീങ്ങാൻ പറ്റുന്ന ഒരു കേസായിരുന്നു. പക്ഷേ ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം വളരെ പെട്ടെന്ന് എടുത്തതാണ്. അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ എന്തായാലും പോലീസാണ് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകേണ്ടതാണ്. അല്ലു അർജുനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അത് നിലവിൽ ഹൈക്കോടതി അതിന്റെ FIR റദ്ദാക്കിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ സ്വാഭാവികമായിട്ടും ഒരു അറസ്റ്റ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാകുന്നതുമാണ്. അത് അവർ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം എന്തായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇതിൽ തിടുക്കപ്പെട്ട് പോലീസ് അറസ്റ്റിലേക്ക് കടന്നു എന്ന വിമർശനമാണ് അല്ലു അർജുനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. ചിരഞ്ജീവി അല്ലു അർജുന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരമാണ്. സിനിമാ മേഖലയിൽ നിന്നുള്ള പിന്തുണ ഈ അറസ്റ്റിന് പിന്നാലെ അല്ലു അർജുന് അനുകൂലമായി പ്രതികരിക്കുന്നു സിനിമാ താരങ്ങൾ, ആരാധകർ. അതിനിടയിൽ ഏറ്റവും പ്രധാനം വൈകിട്ട് 4 മണിക്ക് ഈ FIR റദ്ദാക്കണം എന്നുള്ള അല്ലു അർജുൻ്റെ ആവശ്യം അത് കോടതി പരിഗണിക്കാൻ പോവുകയാണ്. എന്ത് തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നത് ശ്രദ്ധേയവുമാണ്.